ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിവിടെയാണ് ഇന്നലെ ഉറങ്ങിയത്. സോ ഇവിടെ എങ്ങനെ എത്തിയാന്ന് ഞാൻ കാണിച്ചു തരാം. സോ കാലങ്ങൾക്ക് ശേഷം മറ്റൊരു വ്ളോഗ്. സോ ഇന്ന് ക്യാമ്പിംഗ്, സോളോ ക്യാമ്പിംഗ് ആണ് പരിപാടി. കുറേ സാധനങ്ങളുണ്ട്. ഗ്യാസ് സ്റ്റൗ, ചെരുപ്പ്, സ്ലീപ്പിംഗ് ബാഗ്, സ്റ്റൗ, ഷൂസ് എല്ലാം. സോ ഞാൻ എൻ്റെ ഗോപ്രോ അപ്ഗ്രേഡ് ചെയ്തു. 8 നിന്നും 12 ആക്കി ഗൈസ്. ഇനി മുതലെന്നും വ്ളോഗ് വരും എന്നാണ് തോന്നുന്നത്. എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് അറിയില്ല. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ആഹാ, നല്ല പാട്ട്, വളരെ നല്ല പാട്ട്. നല്ല പാട്ടല്ലേ? സോ ഗൈസ്, നമ്മൾ പോകുന്നത് ഇവിടെ ദുബായിൽ ഹാഫ് ഡെസേർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ ഒരു ഹാഫ് ഡെസേർട്ട്. നമുക്ക് വലിയ ഡൂൺ ബാഷിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് ചെറിയ വണ്ടിയൊക്കെ എടുത്തിട്ട് നമുക്ക് പോവുകയും ചെയ്യാം. അവിടെ സൈഡാക്കി നമുക്ക് ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യാം. അവിടെ കിടന്നുറങ്ങാം, രാവിലെ എണീറ്റ് തിരിച്ചു വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് രാത്രി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് സാധനം വാങ്ങിക്കാൻ വേണ്ടി ഒരു സൂമിൽ നിർത്തി. സൂം എടുത്ത് ഇങ്ങനെ പെട്രോൾ പമ്പിലെ ചെറിയ എന്താ പറയുക കൺവീനിയൻസ് സ്റ്റോറാണ്. ഓക്കെ, നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തി. ഈ സ്ഥലത്തിൻ്റെ എൻട്രൻസിലെത്തി. ഇങ്ങനെ ഗ്രിഡായിട്ട് പോലത്തെ റോഡ്സാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ചാർക്കോൾ കാര്യങ്ങളൊക്കെ വിൽക്കുന്നവരുണ്ടാവും. പിന്നെ ഇവിടെ ഒരു മാമേൻ്റെ ഷോപ്പുണ്ട്. ഇവിടുത്തെ ഓൾഡായിട്ടുള്ള ആൾക്കാരെ മമ്മ എന്നാണ് വിളിക്കുക. ഈ മമ്മേൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ ലുക്കേമത്ത്, പാസ്ത, കബാബെല്ലാം കിട്ടും. പണ്ട് അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വിൻ്ററിലാണ് ഇത് ആൾക്കാരെല്ലാവരും ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ നോക്കിയാൽ കാണാം, രണ്ട് സൈഡും ചെറിയ ചെറിയ ലൈറ്റിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ് ഇവിടുത്തെ ഒരു സീൻ. സോ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനിവിടെ ഉണ്ട്, പക്ഷേ എന്നെ കാണൂല. ഹലോ ഗൈസ്, കാണൂ ഗൈസ്. അപ്പം ഞാൻ മാർക്ക് ചെയ്ത് വെച്ചൊരു സ്പോട്ടുണ്ട്. ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. കാരണം അത് നല്ലൊരു ഏരിയ. അപ്പം ഞങ്ങളെല്ലാവരും ആ ലൊക്കേഷനിലാണ് പോകുക. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ നൈസ് സ്ഥലമാണ്. ടെൻ്റൊക്കെ പിച്ച് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. സോ അവിടെ പോയിട്ട് കാണാം ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ടിൽ ഞങ്ങൾ സ്ഥിരം വരികയാണെങ്കിൽ ഇങ്ങോട്ടാണ് വരാറ്. കാരണം ഇവിടെ അങ്ങനെ കുറേ വണ്ടിയും വന്നിട്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ മറ്റേ ATVയും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് ആൾക്കാർ ചറവറാന്ന് പറഞ്ഞു പോകും. ഇവിടെ പീസ്ഫുള്ളാണ്. ദിസ് പ്ലേസ് ഈസ് നൈസ്. പക്ഷേ കഴിഞ്ഞ മഴയിൽ ഇവിടെയുള്ള റോഡ്സ് മൊത്തം മഴയിലും കാറ്റിലും റോഡ്സ് കംപ്ലീറ്റ് എന്തായി, ഇങ്ങോട്ട് ഫുള്ള് മണ്ണൊക്കെ ഒലിച്ച് ആകെ അൽക്കുലത്തായി. പക്ഷേ പിന്നെല്ലാം റെഡിയാക്കി നൈസായി. അങ്ങനെയാണ് കഥ അങ്ങനെയാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോ എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതാണ് സ്പോട്ട്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ സൈഡാക്കുന്നു, ഹിയർ സൈഡാക്കുന്നു. ആൻഡ് വിൽ പിച്ച് ദ ടെൻറ്റ് സംവെയർ. നിങ്ങൾ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ടെൻറ്റ് പിച്ച് ചെയ്യാൻ പോവാണ്. സെറ്റ് ചെയ്തു. ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റ് അപ്പം സമയം ഇപ്പോൾ 9:45. വളരെ നേരത്തെയാണ് ഞാൻ. അപ്പം സമാധാനമായി കിടന്നുറങ്ങാം. ഓക്കെ, നാളെ കാണാം.
ഗൈസ് ഒരു ചെറിയ പറ്റി കോഫി ഉണ്ടാക്കാനുള്ള ചെറിയൊരു പോട്ട് ഇന്നലെ എടുത്തു വെച്ചത് ബാഗിലിടാൻ മറന്നുപോയി. അപ്പോൾ ഐ ഹാവ് ടു ഇംപ്രൂവൈസ്. വർക്ക് ചെയ്യുമെന്നറിയില്ല, നോക്കാം. സോ ഇത് ഞാൻ ഇന്നലെ വാങ്ങിയതായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ ഭാഗം പൊട്ടിച്ച് കളഞ്ഞിട്ട് അതൊന്ന് കഴുകി എന്ത് ചെയ്യണം, ഞാൻ വെള്ളം നിറച്ചിട്ട് വെള്ളം തിളപ്പിക്കേണ്ടി വരും. സോ അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. വർക്ക് ചെയ്യാൻ നോക്കാം. ഗൈസ് പണി വീണ്ടും പാളി. ഈ സാധനം വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ റൂമിൽ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, അധികം യൂസ് ചെയ്തിട്ടില്ല. വർക്ക് ചെയ്യുന്നില്ല ഗൈസ്. ടെൻ്റ് അവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. കോഫി ഉണ്ടാക്കാനുള്ള പ്ലാൻ പാളി. ഗ്യാസ് സ്റ്റവ് മാത്രം പാളിയില്ല. ഇറ്റ്സ് ഓക്കെ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടെൻ്റ് ആക്ച്വലി ഭയങ്കര ഡ്യൂ പിടിച്ചിട്ട് വെറ്റാണ്. അപ്പം അതൊന്ന് ഉണങ്ങണം. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് വേറെ സ്ഥലത്ത് പോകണം. ഈ ഡെസേർട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ അടിപൊളിയാണ്. അപ്പം നല്ല ഡ്യൂണൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോകണം. എന്നിട്ട് നടക്കാം. എന്നിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോവാം. അതാണ് പ്ലാൻ. നോക്കാം. സോ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഞാൻ എൻ്റെ ടെൻ്റെല്ലാം പാക്ക് ചെയ്തു, എല്ലായിടത്തും ബാഗിലിട്ടു. ഇനി ഇത് തിരിച്ചു പോകുന്ന വഴിക്കൊരു ഡ്യൂണുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് കുറച്ച് നടക്കാം. ഞാൻ കാർ സൈഡാക്കി. ഇനി കുറച്ച് നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇവിടെയൊക്കെ ആൾക്കാർ ഇന്നലെ ക്യാമ്പ് ചെയ്യലും പിന്നെ SUV ഒക്കെ കറക്കി കളിച്ച സ്ഥലമാണ്. ട്രെഡ് മാർക്സ് കണ്ടില്ലേ. നമുക്ക് പിന്നെ ആ വണ്ടി ഇങ്ങോട്ടൊന്നും ഇറക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ നടക്കുന്നു. ഇത്രയേ ഉള്ളൂ. ആ ഉദ്യമം ഫെയിലായിപ്പോയി. അതുകൊണ്ട് നമുക്ക് തിരിച്ച് പോവാം. വാസ് നൈസ്. വാലുള്ള ഏതൊരു ജീവിൻ്റെ, ബിക്കോസ് ദിസ് ഈസ് ദ വാല്, ദിസ് ഈസ് ദ കാല്.